ഇൻസെക്ട് ഫാറ്റ് ബോഡി സ്ട്രക്ചർ ഫംഗ്ഷൻ ആൻഡ് ആക്ടിവിറ്റി. മെറ്റാബോളിസവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് പ്ലേ ചെയ്യുന്ന ഇൻസെക്ട്സിൻ്റെ കമ്പോണൻസ് ആണ് ഫാറ്റ് ബോഡി. ഫാറ്റ് ബോഡിയുടെ സ്ട്രക്ചർ, ഫംഗ്ഷൻ, അതുപോലെ ആക്ടിവിറ്റി, ഇതുപോലുള്ള കാര്യങ്ങളാണ് ഈ സെഷൻ ഫോക്കസ് ചെയ്യുന്നത്. ദ ഫാറ്റ് ബോഡി ഈസ് എ ഡൈനാമിക് ഓർഗൻ ദാറ്റ് പ്ലേസ് എ സെൻട്രൽ റോൾ ഇൻ ദ മെറ്റാബോളിക് ഫങ്ഷൻസ് ഓഫ് ദ ഇൻസെക്ട്സ്. ന്യൂട്രിയൻസിനെ സ്റ്റോർ ചെയ്ത് വെക്കുക, അതുപോലെ തന്നെ പലതരത്തിലുള്ള കെമിക്കൽ കമ്പോണൻസിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് എനർജി ഡിറൈവ് ചെയ്യുക, ഇതൊക്കെ ഫാറ്റ് ബോഡിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെറ്റാബോളിക് ഫങ്ഷൻസ് ആണ്. ഒറിജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മീസോഡേമൽ സെൽസ് ആണ്. മീസോഡേമൽ സെൽസിൻ്റെ ഒരു ലൂസ് അഗ്രിഗേഷൻ ആണ് ഫാറ്റ് ബോഡി. അതിനൊരു മെംബ്രെയിൻ എംവലപ്പ് ഉണ്ടായിരിക്കും. ഹീമോസീലിൽ എൻറ്റയർ ബോഡി ക്യാവിറ്റിയിൽ ഇത് ഈവനായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഇരിക്കും. എൻറ്റയർ ഹീമോസീലിൽ ഇതിൻ്റെ പ്രസൻസ് നമുക്ക് കാണാൻ സാധിക്കും. ലോബ്യൂൾസ് ആയിട്ടാണ് സാധാരണ രീതിയിൽ ഇവ എക്സിസ്റ്റ് ചെയ്യുന്നത്. 1-2 സെൽസിൻ്റെ തിക്നെസ് ഉള്ള ലോബ്യൂൾസ് ട്രാക്കിയ, അതുപോലെ തന്നെ കണക്റ്റീവ് ടിഷ്യൂ വഴി ബോഡി വോളുമൊക്കെ ആയിട്ട് അറ്റാച്ച് ചെയ്ത് എക്സിസ്റ്റ് ചെയ്യും. ഇതിൻ്റെ ഓവറോൾ അപ്പിയറൻസ് എന്ന് പറയുന്നത് സ്പീഷീസ് സ്പെസിഫിക് ആണ്. ഓരോ സ്പീഷീസിനും ഡിസ്ട്രിബ്യൂഷനിലും ഓവറോൾ അപ്പിയറൻസിലും വ്യത്യാസങ്ങളൊക്കെ കാണും. ഇൻറ്റേർണൽ ഓർഗൻസുമായിട്ട് വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ടാണ് സാധാരണ രീതിയിൽ കൂടുതലും കാണുന്നത്. കോക്രോച്ച് എന്ന് പറയുന്ന ഓർഗാനിസത്തിൻ്റെ ഹീമോസീലിൽ ഫാറ്റ് ബോഡി ലോബ്യൂൾസ് ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കുന്നതാണ് നിങ്ങളിവിടെ കാണുന്നത്. The fat body consists of nodules of 1 or 2 cell thickness suspended in the hemocoel by connective tissue and trachea. ഹീമോസീലിൽ 1-2 സെൽസിൻ്റെ തിക്നെസ് ഉള്ള നോഡ്യൂൾസ് ആയിട്ടാണ് അവ എക്സിസ്റ്റ് ചെയ്യുന്നത്. സസ്പെൻഡ് ചെയ്യപ്പെടുന്നത് ഹീമോസീലിലേക്ക് ഇത് സസ്പെൻഡ് ചെയ്യപ്പെടുന്നത് കണക്റ്റീവ് ടിഷ്യൂ അല്ലെങ്കിൽ ട്രക്കിയ ഇതിൻ്റെയൊക്കെ ആർട്ടിക്കുലേഷൻ വഴിയാണ്. ഈ നോഡ്യൂൾസിനകത്തുള്ള സെൽസ്, ഫാറ്റ് ബോഡി സെൽസ് എല്ലാം ഹീമോലിംഫുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റിലാണ്. ഈ ഡയറക്റ്റ് കോണ്ടാക്റ്റാണ് ഹീമോലിംഫുമായിട്ട് പലതരത്തിലുള്ള മെറ്റാബോളൈറ്റ്സിൻ്റെ അല്ലെങ്കിൽ മെറ്റീരിയൽസിൻ്റെ എക്സ്ചേഞ്ച് സാധ്യമാക്കുന്നത്. 2 ലെയേഴ്സായിട്ടാണ് സാധാരണ രീതിയിൽ ഇൻസെക്ട്സിൽ ഫാറ്റ് ബോഡി വരുന്നത്. പരൈറ്റൽ ലെയർ ആൻഡ് വിസറൽ ലെയർ. ആ പേര് പറയുന്ന പോലെ തന്നെ ഔട്ടർ ആയിട്ടുള്ള ലെയറാണ് പരൈറ്റൽ ലെയർ. ഇത് ഇൻറ്റഗമെൻറ്റിൻ്റെ തൊട്ട് താഴെയായിട്ട് എക്സിസ്റ്റ് ചെയ്യും. ഇനി വിസറൽ ലെയർ എന്ന് പറയുന്നത് അത് ഓർഗൻസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് അകത്തായിട്ടാണ് വരുന്നത്. ഈ പരൈറ്റൽ ലെയറിൻ്റെയും വിസറൽ ലെയറിൻ്റെയും ഓർഗനൈസേഷൻ കാണിക്കുന്ന ഒരു ഇൻസെക്റ്റിൻ്റെ ബോഡിയുടെ ക്രോസ് സെക്ഷനാണ് ഇവിടെ ഡയഗ്രമായിട്ട് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇതാണ് അതിൻ്റെ ഇൻറ്റഗമെൻറ്റ്, ബോഡി വോള്. ആ ബോഡി വോളിൻ്റെ തൊട്ട് താഴെയായിട്ട് കാണുന്ന ഫാറ്റ് ബോഡി ലെയറാണ് പരൈറ്റൽ ഫാറ്റ് ബോഡി ലെയർ. ഇനി അകത്ത് ഇൻറ്റേർണൽ ആയിട്ടുള്ള അലിമെൻ്ററി കനാൽ കാണാൻ സാധിക്കും. അലിമെൻ്ററി കനാലിന് ചുറ്റും ഫാറ്റ് ബോഡി മാസ് ഓറിയൻറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് വിസറൽ ലെയർ ഓഫ് ഫാറ്റ് ബോഡി. അപ്പോൾ ഇങ്ങനെ 2 രീതിയിലാണ് വരുന്നത്. ഇനി നമുക്ക് ഫാറ്റ് ബോഡിയുടെ സ്ട്രക്ചർ ഒന്ന് അനലൈസ് ചെയ്യാം. ദ ഫാറ്റ് ബോഡി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 3 ടൈപ്സ് ഓഫ് സെൽസ്. ആദ്യത്തെ കാറ്റഗറിയാണ് അഡിപ്പോസൈറ്റ്സ് അല്ലെങ്കിൽ ട്രോഫോസൈറ്റ്സ് എന്ന് പറയാറുണ്ട്. മേജർ മെറ്റാബോളിക് സ്റ്റോറേജ് സെൽസ് ആണ്. ഇവിടെയാണ് ഇൻ്റർമീഡിയറി മെറ്റാബോളിസം മെയിനായിട്ടും നടക്കുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെൽ എന്ന് പറയുന്നത് അഡിപ്പോസൈറ്റ്സ് അല്ലെങ്കിൽ ട്രോഫോസൈറ്റ്സ് ആണ്. ചില ഇൻസെക്ട്സിൽ ഈ ഫാറ്റ് ബോഡിക്കകത്ത് അഡിപ്പോസൈറ്റ്സ് മാത്രമേ കാണത്തുള്ളൂ. ഇനി അഡീഷണൽ ആയിട്ടുള്ള സെൽസ് ആണ് യൂറോസൈറ്റ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് യൂറിക് ആസിഡിനെ സ്റ്റോർ ചെയ്യുക. യൂറിക് ആസിഡ് എന്ന് പറയുന്നത് എക്സ്ക്രീഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കെമിക്കൽ കമ്പോണൻ്റ് ആണ്. അപ്പോൾ യൂറോസൈറ്റ്സ് യൂറിക് ആസിഡിനെ സ്റ്റോർ ചെയ്യുന്നു. ദെൻ മൈസെറ്റോസൈറ്റ്സ് എന്ന് പറയുന്ന വേറൊരു കാറ്റഗറി ഉണ്ട്. ദേ കണ്ടെയ്ൻ മൈക്രോബിക് സിംബയോൺസ്. ബാക്ടീരിയ പോലെയുള്ള ഓർഗാനിസംസ് ഈ സെൽസിനകത്ത് ഉണ്ടായിരിക്കും. പലതരത്തിലുള്ള കെമിക്കൽ സബ്സ്റ്റൻസസിനെ ബ്രേക്ക് ഡൗൺ ഈ മൈസെറ്റോസൈറ്റ്സ് ക്യാരി ഔട്ട് ചെയ്യും. ഇനി ഹീമോസൈറ്റ്സ് എന്ന് പറയുന്ന ബ്ലഡ് സെൽസ്, അത് ഈ ഫാറ്റ് ബോഡിയുടെ ഇടയിൽ സ്കാറ്റർ ചെയ്ത് എക്സിസ്റ്റ് ചെയ്യും. ഇപ്പോൾ 3 തരത്തിലുള്ള സെൽസ് ഉണ്ട്: അഡിപ്പോസൈറ്റ്സ്, യൂറോസൈറ്റ്സ്, ദെൻ മൈസെറ്റോസൈറ്റ്സ്. ഇനി നമുക്ക് മച്വർ അഡിപ്പോസൈറ്റ് അല്ലെങ്കിൽ ട്രോഫോസൈറ്റിൻ്റെ സ്ട്രക്ചർ ഒന്ന് അനലൈസ് ചെയ്യാം. ഏറ്റവും ഔട്ടറായിട്ട് പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്. പ്ലാസ്മ മെംബ്രെയിൻ്റെ പ്രത്യേകത റെറ്റിക്കുലാർ സിസ്റ്റം എന്ന് പറയുന്ന അകത്തേക്ക് കുറേ ഇൻവാജിനേഷൻസും ഹോൾഡിങ്സും ഒക്കെ ഉണ്ടായിരിക്കും. ഈ പർട്ടിക്കുലർ ഏരിയയിലാണ് ലിപ്പിഡ് ഡ്രോപ്ലെറ്റ്സ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇൻറ്റീരിയർലി നോക്കുകയാണെങ്കിൽ സൈറ്റോപ്ലാസം പലതരത്തിലുള്ള സെല്ലുലാർ ഓർഗനൽസ് കൊണ്ട് ലോഡഡ് ആയിരിക്കും. മൈറ്റോകോൺട്രിയ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾജി കോംപ്ലക്സ്, ഇതുപോലുള്ള
സ്ട്രക്ചേഴ്സ് എല്ലാം അവിടെ റൈബോസോംസ് ഒക്കെ ഉണ്ടായിരിക്കും. ഇന്റർ സെല്ലുലാർ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആകുന്നത് ഗ്യാപ്പ് ജംഗ്ഷൻസ് വഴിയാണ്. അതിൻ്റെ ഓറിയന്റേഷൻ ഇവിടെ പോയിന്റ് ചെയ്തിട്ടുണ്ട്. The cells are arranged into 2 or 3 layers forming a thick lobe. നേരത്തെ തന്നെ പറഞ്ഞു, ഈ 3 തരത്തിലുള്ള സെൽസ് ഉണ്ടെങ്കിൽ അവ പല ലേയേഴ്സ് ആയിട്ട് അറേഞ്ച് ചെയ്ത് ഒരു ലോബായിട്ട് മാറും. അഡിപ്പോസൈറ്റ്സ് ആണ് ഈ ഔട്ടർമോസ്റ്റ് ആയിട്ട് ലെയറിൽ വരുന്നത്. പിന്നീട് യൂറോസൈറ്റ്സും മൈസെറ്റോസൈറ്റ്സും. അതായത് ഹീമോലിംഫുമായിട്ട് ഏറ്റവും കോണ്ടാക്ട് ഉണ്ടാക്കേണ്ടത് അഡിപ്പോസൈറ്റ്സ് ആണ്. മെറ്റാബോളിസം, ഇന്റർമീഡിയറി മെറ്റാബോളിസം, ആ കെമിക്കൽ പാത്വേസ് എല്ലാം നടക്കുന്നത് അഡിപ്പോസൈറ്റ്സിലാണ്. യൂറോസൈറ്റ്സിന് ലോ മെറ്റാബോളിക് ആക്ടിവിറ്റീസേ ഉള്ളൂ. അതുകൊണ്ട് അവ രണ്ടാമത് വരുന്നു. ദേ ആർ ഡീജനറേറ്റ് സെൽസ് വിത്തൗട്ട് എനി ഓർഗനൽസ്. സ്പെസിഫിക് ആയിട്ടുള്ള ഓർഗനൽസ് ഒന്നും ഇല്ല. അതുകൊണ്ടാണ് മെറ്റാബോളിക് ആക്ടിവിറ്റീസ് ഒന്നും ആ പർട്ടിക്കുലർ സെൽസിൽ ക്യാരി ഔട്ട് ചെയ്യാത്തത്. ഈ മൈസെറ്റോസൈറ്റ്സിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അത് യൂറിക് ആസിഡിനെ TCA സൈക്കിൾ ഇൻ്റർമീഡിയറ്റ്സ് ആയിട്ട് അല്ലെങ്കിൽ നൈട്രോജിനസ് പ്രോഡക്ട്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഈ ഫങ്ഷൻസ് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഇതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് പലതരത്തിലുള്ള എനർജി റിച്ച് ആയിട്ടുള്ള സബ്സ്റ്റൻസസിൻ്റെയും സ്റ്റോറേജ്, എനർജി സ്റ്റോറേജ്, പിന്നെ പ്രോട്ടീൻസ്, ലിപ്പിഡ്സ്, കാർബോഹൈഡ്രേറ്റ്സ്, ഇതിൻ്റെയൊക്കെ സിന്തസിസ്. ലിപ്പിഡ്സ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് ട്രൈഗ്ലിസറൈഡ്സ് ആയിട്ടാണ്. അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ്സ് ഗ്ലൈക്കോജൻ ആയിട്ടാണ് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. ഇനി ഹോളോ മെറ്റാബോളസ് ഇൻസെക്ട്സിൽ നോക്കുകയാണെങ്കിൽ ഈ ആനിമൽസ് മെറ്റാമോർഫോസിസിൻ്റെ സമയത്ത് ഫീഡ് ചെയ്യത്തില്ല. ചില ഗ്രൂപ്പിൽ ഈ ഹോളോ മെറ്റാബോളസ് കാറ്റഗറിയിൽ തന്നെ അഡൽട്ട് എന്ന് പറയുന്നത് ഫീഡ് ചെയ്യാത്ത ഒരു ലൈഫ് സ്റ്റേജ് ആണ്. മെറ്റാമോർഫോസിസിൻ്റെ ബേസിലാണ് ഈ ഹോളോ മെറ്റാബോളസ്, സെമി മെറ്റാബോളസ് എന്നൊക്കെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഹോളോ മെറ്റാബോളസ് ഇൻസെക്ട്സിൻ്റെ ലൈഫ് ഹിസ്റ്ററിയിൽ എഗ്ഗ്, ലാർവ, പ്യൂപ്പ, അഡൽട്ട് എന്നിങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള 4 സ്റ്റേജുകൾ ഉണ്ടായിരിക്കും. ഹെമി മെറ്റാബോളസിന് അങ്ങനെയല്ല. എഗ്ഗ്, ലാർവ, അഡൽട്ട് ഇങ്ങനെ 3 സ്റ്റേജുകൾ മാത്രമേ ഉള്ളൂ. ലാർവൽ സ്റ്റേജ് എന്ന് പറയുന്നത് നിംഫ് എന്നാണ്, അല്ലെങ്കിൽ എഗ്ഗ്, നിംഫ്, അഡൽട്ട്. അപ്പോൾ ഹോളോ മെറ്റാബോളസ് ഇൻസെക്ട്സിൽ മെറ്റാമോർഫോസിസിൻ്റെ സമയത്ത് ആ പ്യൂപ്പേഷൻ സ്റ്റേജിൽ ഫീഡിങ് പ്രോസസ്സ് നടക്കുന്നില്ല. ലാർവയാണ് ഫീഡ് ചെയ്യുന്നത്. അതിനുശേഷം പ്യൂപ്പേറ്റ് ചെയ്യുമ്പോൾ ഫീഡിങ് പ്രോസസ്സ് ഇല്ല. അതുപോലെ തന്നെ ഇപ്പോൾ ബോംബിക്സ് മോറി പോലെയുള്ള സിൽക്ക് വേം മോത്ത്, അതിൻ്റെ അഡൽട്ട് നോക്കുകയാണെങ്കിൽ ആ അഡൽട്ട് ലെപ്പിഡോപ്റ്റിറൻ, അഡൽട്ട് മോത്ത് ഫീഡ് ചെയ്യുന്നില്ല. അതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് റീപ്രൊഡക്ഷൻ ക്യാരി ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് സെക്സിനെ കണ്ടുപിടിക്കുക, മെയ്റ്റ് ചെയ്യുക, എഗ് ലേ ചെയ്യുക. ഇത് മാത്രമാണ് അഡൽട്ട് സ്റ്റേജിൻ്റെ ഫങ്ഷൻ. അപ്പോൾ ഈ സമയത്ത് അതിന് വേണ്ടിയിട്ടുള്ള എനർജിയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ഫാറ്റ് ബോഡിയാണ്. അപ്പോൾ മെറ്റാമോർഫോസിസിൻ്റെ സമയത്ത് ട്രാൻസ്ഫോർമേഷൻ നടക്കാൻ വേണ്ടിയിട്ടുള്ള എനർജി എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് ഫാറ്റ് ബോഡി ആണ്. അതുപോലെ തന്നെ ചില ഹോളോ മെറ്റാബോളസ് ഇൻസെക്ട്സിൻ്റെ അഡൽട്ട് ഫീഡ് ചെയ്യാതെ വരുമ്പോഴും അതിന് വേണ്ടിയിട്ടുള്ള ന്യൂട്രിയൻസ് എല്ലാം, ലൈഫ് സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എനർജി എല്ലാം ലഭിക്കുന്നത് ഈ ഫാറ്റ് ബോഡിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന എനർജി സോഴ്സസിൽ നിന്നാണ്. ലാർവൽ സ്റ്റേജിൽ അഡിപ്പോസ് ടിഷ്യൂ മെറ്റാമോർഫിക് പ്രോട്ടീൻസിനെയും അതുപോലെ തന്നെ സ്റ്റോറേജ് പ്രോട്ടീൻസ്, ലിപ്പോ പ്രോട്ടീൻസ് ഇതുപോലുള്ള കാറ്റഗറീസിനെയൊക്കെ സെക്രീറ്റ് ചെയ്യുകയും സ്റ്റോർ ചെയ്യുകയൊക്കെ ചെയ്യും. ഇനി അഡൽട്ടിലേക്ക് വരുമ്പോഴേക്കിന് ഫാറ്റ് ബോഡി ഈസ് ദ സൈറ്റ് ഫോർ സ്റ്റോറേജ് ആൻഡ് സിന്തസിസ് ഓഫ് മെറ്റാബോളൈറ്റ്സ് യൂസ്ഡ് ഫോർ റീപ്രൊഡക്ഷൻ ആൻഡ് ഫ്ലൈറ്റ്. റീപ്രൊഡക്ഷൻ പ്രോസസ്സ്, അതുപോലെ തന്നെ ഫ്ലൈറ്റ് എന്ന് പറയുന്ന എനർജി കൺസ്യൂമിങ് പ്രോസസ്സ്, അതിന് വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള മെറ്റാബോളൈറ്റ്സിനെ സ്റ്റോർ ചെയ്യുക, സിന്തസൈസ് ചെയ്യുക എന്നൊക്കെ ഉള്ളത് ഈ ഫാറ്റ് ബോഡിയുടെ ഫങ്ഷനായിട്ട് വരും. ഈ ഫീമെയിൽസിൽ വൈറ്റ്ലോജെനിൻ എന്ന് പറയുന്ന പർട്ടിക്കുലർ പ്രിക്കേഴ്സറിൻ്റെ, അതായത് യോക്കിൻ്റെ പ്രിക്കേഴ്സറാണ് വൈറ്റ്ലോജെനിൻ എന്ന് പറയുന്ന കെമിക്കൽ സബ്സ്റ്റൻസ്. ആ പ്രിക്കേഴ്സറിൻ്റെ സിന്തസിസ് ഫാറ്റ് ബോഡിയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. യോക്ക് പ്രോട്ടീൻ പ്രിക്കേഴ്സർ വൈറ്റ്ലോജെനിൻ VG ഈസ് മെയിൻലി സിന്തസൈസ്ഡ് ഇൻ ദ ഫാറ്റ് ബോഡി. അപ്പോൾ ഫീമെയിലിൻ്റെ ഫാറ്റ് ബോഡിയിൽ VG എന്ന് പറയുന്ന ഒരു പ്രിക്കേഴ്സർ സിന്തസൈസ് ചെയ്യപ്പെടും. ഈ VG ആണ് എഗ്ഗിനകത്തുള്ള യോക്ക് ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നത്. കെമിക്കൽ ട്രാൻസ്ഫോർമേഷൻ പല കെമിക്കൽ പാത്വേസിലൂടെ നടന്ന് യോക്കായിട്ട് ട്രാൻസ്ഫേർഡ് ആവും. ഫാറ്റ് ബോഡിയുടെ ഡിസ്ട്രിബ്യൂഷൻ സെക്സസിനനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടാകും. അതായത് മെയിലിലും ഫീമെയിലിലും വ്യത്യാസം കാണും. മെയിൽ ഫാറ്റ് ബോഡി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ലാർജ് ലിപ്പിഡ് ആൻഡ് ഗ്ലൈക്കോജൻ സ്റ്റോർസ്, സ്പേഴ്സ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് സൈറ്റോപ്ലാസം ആൻഡ് ലിറ്റിൽ
എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം. ഒരു സെക്ഷൽ ഡയമോർഫിസം ഫീച്ചറാണ് ഫാറ്റ് ബോഡിയിലുള്ള ഡിസ്ട്രിബ്യൂഷനിലുള്ള വ്യത്യാസം. മെയിൽ ഫാറ്റ് ബോഡി കൂടുതൽ ലിപ്പിഡ് കണ്ടൻറ്റ് ഉള്ളതായിരിക്കും. സൈറ്റോപ്ലാസമൊക്കെ അവിടെ വളരെ കുറച്ച് മാത്രമേ കാണത്തുള്ളൂ. കൂടുതൽ ലിപ്പിഡും ഗ്ലൈക്കോജനും ഉണ്ടായിരിക്കും. ഇനി പരൈറ്റൽ ഫാറ്റ് ബോഡി എന്ന് പറയുന്നത് മെയിനായിട്ടും അത് സ്റ്റോറേജ് ടിഷ്യൂ ആണ്. വിസറൽ ഫാറ്റ് ബോഡിയാണ് മെയിൻ സൈറ്റ് ഓഫ് മെറ്റാബോളിസം. അതായത് ഹോർമോൺസിൻ്റെയൊക്കെ ടാർഗറ്റ് ഓർഗനായിട്ട് ആക്ട് ചെയ്യുന്നത് ഈ വിസറൽ ഫാറ്റ് ബോഡിയാണ്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ആക്ടിവിറ്റി ഓഫ് ഫാറ്റ് ബോഡി. ഫാറ്റ് ബോഡിക്ക് ഉണ്ടാകുന്ന ട്രാൻസ്ഫോർമേഷൻസ് ആണ് ഈ പർട്ടിക്കുലർ കോണ്ടസ്റ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഹെമി മെറ്റാബോളസ് ഇൻസെക്ട്സിലാണെങ്കിൽ ലാർവൽ ഫാറ്റ് ബോഡി അഡൽട്ടിലേക്ക് വരുമ്പോഴേക്കിന് വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാതെ തന്നെ നിലനിൽക്കുന്നു. പക്ഷേ ഹോളോ മെറ്റാബോളസ് ഇൻസെക്ട്സ്, അതായത് ബട്ടർഫ്ലൈസ് പോലെയുള്ള റിപ്പിഡോപ്റ്ററൻസ്, അവയിൽ ഫാറ്റ് ബോഡി ട്രാൻസ്ഫോർമേഷന് വിധേയമാകുന്നു. മെറ്റാമോർഫോസിസിൻ്റെ സമയത്ത് അത് ട്രാൻസ്ഫോം ചെയ്യുന്നത് അഡൽട്ടിൻ്റെ ഒരു ആർക്കിടെക്ചറിലേക്ക് എത്തിച്ചേരുന്നു. ഫാറ്റ് ബോഡിക്ക് സൈക്ലിക് ആയിട്ടുള്ള സിന്തറ്റിക് ആക്ടിവിറ്റി ലാർവൽ സ്റ്റേജിലും അതുപോലെ തന്നെ അഡൽട്ട് സ്റ്റേജിലും ഉണ്ടായിരിക്കും. ലാർവൽ സ്റ്റേജിൽ ഇന്റർമോൾട്ട് മോൾട്ട് ആക്ടിവിറ്റി പീരിയോഡിക്കലായിട്ട് നടക്കും. അഡൽട്ട് ഫീമെയിൽ ഇൻസെക്ട്സിലാണെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ സൈക്കിൾസിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രീ വിറ്റ്ലോജനിക്, ദെൻ വിറ്റ്ലോജനിക് ആൻഡ് പോസ്റ്റ് വിറ്റ്ലോജനിക് ആക്ടിവിറ്റി. ഫാറ്റ് ബോഡി ടിഷ്യൂവിൻ്റെ ലൈഫ് സൈക്കിൾ 3 സ്റ്റേജസിലൂടെയാണ് കടന്നു പോകുന്നത്. സ്റ്റേജ് 1 പ്രിപ്പറേറ്ററി ഫേസ്, സ്റ്റേജ് 2 സെക്രീറ്ററി ഫേസ്, ദെൻ സ്റ്റേജ് 3 പോസ്റ്റ് സെക്രീറ്ററി ഫേസ്. അപ്പോൾ ആദ്യത്തെ ഇനീഷ്യലായിട്ടുള്ള പ്രിപ്പറേറ്ററി ഫേസ് എന്താണെന്ന് നോക്കാം. ഇനീഷ്യലായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഫാറ്റ് ബോഡിയിലുള്ള ന്യൂലി ഫോംഡ് സെൽസ് അത് വളരെ ചെറുതായിരിക്കും. അതുപോലെ തന്നെ അതിനകത്തുള്ള സൈറ്റോപ്ലാസ്മിക് കണ്ടൻസും വളരെ കുറവായിരിക്കും. എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം, ഗോൾജി കോംപ്ലക്സ്, പിന്നെ സെക്രീറ്ററി വെസിക്കിൾസ് ഇതൊന്നും ഉണ്ടാവത്തില്ല. ഗ്രാജുവലായിട്ട് ഇത് ട്രാൻസ്ഫോം ചെയ്യപ്പെടും. ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് ഫർദർ പ്രൊസീഡ് ചെയ്യുമ്പോഴേക്കിന് ഇത് ബേസോഫിലിക് ആയിട്ട് മാറും. റൈബോസോംസ്, എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം, ഗോൾജി കോംപ്ലക്സ്, പിന്നെ സെക്രീറ്ററി വെസിക്കിൾസ് ഒക്കെ വളരെയധികം ലോഡഡ് ആകും. ഈ സമയത്ത് ലിപ്പിഡ് ഡ്രോപ്ലെറ്റ്സ് ഈ സെൽസിൽ കൂടുതൽ ഓക്യുപ്പൈ ചെയ്യും. ഇനി അടുത്ത ഫേസ് ആണ് സെക്രീറ്ററി ഫേസ്. ഇവിടെ റഫ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം, ഗോൾജി കോംപ്ലക്സ്, ദെൻ സെക്രീറ്ററി വെസിക്കിൾസ് ഇതൊക്കെ അഡിപ്പോസൈറ്റ്സിൽ വളരെയധികം കൂടുന്നതായിട്ട് കാണുന്നുണ്ട് ഈ പർട്ടിക്കുലർ സ്റ്റേജിൽ. ലിപ്പിഡ് ഗ്ലൈക്കോജൻ അക്യൂമുലേഷൻ വളരെ ഗ്രാജുവലായിട്ട് ഇൻക്രീസ് ചെയ്യും. ഈ സെല്ല് പ്രോട്ടീൻ സിന്തസിസ് ഇനീഷ്യേറ്റ് ചെയ്യും. അതുപോലെ തന്നെ പ്രോട്ടീൻസിൻ്റെ ഡിപ്പോസിഷനും കൂടും. ഇനി അടുത്തതാണ് പോസ്റ്റ് സെക്രീറ്ററി ഫേസ്. ദെൻ ഈ പർട്ടിക്കുലർ സ്റ്റേജിൻ്റെ പ്രത്യേകത ഡീജനറേഷൻ ഓഫ് സൈറ്റോപ്ലാസം ദെൻ ഓർഗനൽസ് ആണ്. രണ്ടും ഡീജനറേറ്റ് ചെയ്ത് പോകും. അതായത് ആ സെൽസ് അതിൻ്റെ ഫങ്ഷണാലിറ്റി മാക്സിമം ക്യാരി ഔട്ട് ചെയ്ത് ഡീജനറേറ്റീവ് ആയിട്ടുള്ള ഫേസിലേക്ക് പോവുകയാണ്. ഈ സമയം സെൽസിനകത്ത് ഇഷ്ടംപോലെ ലൈസോസോംസ് ഉണ്ടായിരിക്കും ഇതിനെ ഡിസ്ട്രക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ 3 സ്റ്റേജസ് ആണ് അഡിപ്പോസ് ടിഷ്യൂവിൻ്റെ അല്ലെങ്കിൽ ഫാറ്റ് ടിഷ്യൂവിൻ്റെ ലൈഫ് സൈക്കിളിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. പ്രിപ്പറേറ്ററി ഫേസ്, സെക്രീറ്ററി ഫേസ്, ദെൻ പോസ്റ്റ് സെക്രീറ്ററി ഫേസ്.